നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. പ്രിയ പ്രേക്ഷകർക്ക് ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ശ്രീകൃഷ്ണ ജയന്തിയിൽ നമുക്ക് രസകരമായ ഒരു ചർച്ചയിലേക്ക് കടക്കാം. ഉണ്ണിക്കണ്ണനും ഉറിയടിയുമാണ് ഇന്നത്തെ വിഷയം. അതെ, നല്ലൊരു വിഷയം തന്നെയാണ്. ദഹിഹണ്ഡി എന്നാണ് ഉറിയടിയെ അറിയപ്പെടുന്നത്. ഇത് കുറെ കാലമായി മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ആണത്ര ആഘോഷകരമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ എങ്ങനെയാണ് ഉറിയടി ഒരു ആഘോഷമായത് എന്ന് നമുക്ക് നോക്കാം. പുരാണത്തിൽ ശ്രീകൃഷ്ണന്റെ വെണ്ണപ്രേമം ഹൃദയഹാരിയായ ഒരേടാണ്. കുട്ടികൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ടൊരു കഥാസന്ദർഭം കൂടിയാണ് കൃഷ്ണനും വെണ്ണയും കടന്നുവരുന്ന കൃഷ്ണന്റെ ബാല്യകാലം. ചെറുപ്പത്തിൽ നമ്മൾ എല്ലാവരും കേട്ടുവളർന്ന ഈ കഥാസന്ദർഭം മാത്രം മതി കൃഷ്ണനെ വെണ്ണയോടുണ്ടായിരുന്ന ഇഷ്ടം ഓർമ്മിച്ചെടുക്കാൻ. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്ന ഉറിയടിയുടെ ഐതിഹ്യത്തിനും ഈ കഥയുടെ പിൻബലമുണ്ട്. ദഹിഹണ്ഡി എന്നറിയപ്പെടുന്ന ഉറിയടി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമാണ് ഉറിയടി എന്ന ചടങ്ങ് പ്രധാനമായി ആഘോഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഈ ആഘോഷം വ്യാപകമായിട്ടുണ്ട്. എന്താണ് ഉറിയടിയുടെ പ്രത്യേകത? ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവേളയിൽ നടക്കുന്ന ഉറിയടി വളരെ രസകരമായ ഒരു കളിയാണ്. തൈര്, വെണ്ണ, നെയ്യ്, മധുര പലഹാരങ്ങൾ ഇവയൊക്കെ നിറച്ച് ഒരു മൺകൂടം ഉയരത്തിൽ തൂക്കിയിട്ടിരിക്കും. ഈ മൺകൂടം ഉടയ്ക്കാനായി ആൺകുട്ടികൾ ചേർന്ന് ഒരാളുടെ മുകളിൽ മറ്റൊരാളെന്നതുപോലെ കയറി നിന്ന് ഒരു മനുഷ്യ പിരമിഡ് നിർമ്മിക്കുന്നു. അങ്ങനെ ഈ മൺകൂടം അടിച്ചു തകർക്കാനായി ശ്രമിക്കുന്നതും അത് പൊട്ടിക്കുന്നതുമാണ് ഈ രസകരമായ കളി. പലയിടങ്ങളിലും പല രീതിയിലാണ് ഈ മത്സരം നടക്കുന്നത്. വെണ്ണയും നെയ്യും തൈരും മധുര പലഹാരങ്ങളും ഒക്കെ ഒരു മൺകൂടത്തിലാക്കി ഒരു കയറിന്റെ അറ്റം കെട്ടുന്നു. കയറിന്റെ മറ്റേ അറ്റം ഒരാൾ നിയന്ത്രിക്കുന്നുണ്ടാവും. കൃഷ്ണന്റെ വേഷം ധരിച്ചയാൾ ഈ ഉറിയടി അടിച്ചു പൊട്ടിക്കണം. പെട്ടെന്നൊന്നും അത് അടിച്ചു പൊട്ടിക്കാൻ പറ്റില്ല. അടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ കാണികൾ ഇയാളുടെ മേൽ വെള്ളം തെറിപ്പിക്കണം. വെള്ളം കണ്ണിൽ വീഴുമ്പോൾ ഉറി കാണാൻ പ്രയാസമുണ്ടാകും. ആ സാഹചര്യത്തിലും നിശ്ചിത സമയത്തിന് മുൻ ഉറി പൊട്ടിക്കണം. അതാണ് കളിയുടെ പ്രത്യേകത. ചിലയിടത്ത് ഉറിയടി ഈ രീതിയിലാണ് നടക്കുന്നത്. എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ കണ്ണുകൾ രണ്ടും കെട്ടിയാണ് ഉറിയടി നടത്തുക. ഉറിയടിക്ക് പിന്നാലെ ഐതിഹ്യവും പ്രസിദ്ധമാണ്. ഉണ്ണിക്കണ്ണന്റെ വെണ്ണപ്രേമം തന്നെയാണ് ഈ ഐതിഹ്യത്തിന്റെയും സവിശേഷത. കുസൃതി കുടുക്കയായിരുന്ന ബാലകനായ കൃഷ്ണൻ വീട്ടിൽ നിന്ന് മാത്രമല്ല അയൽക്കാരുടെയും ഗ്രാമത്തിലെ മറ്റു വീടുകളിൽ നിന്നുമൊക്കെ വെണ്ണയും പാലും മോഷ്ടിച്ചിരുന്നതായാണ് ഐതിഹ്യം. കണ്ണന്റെ ഈ പ്രവൃത്തിയിൽ മനം മടുത്ത് അമ്മയായ യശോദ മകനെ കെട്ടിയിടുക വരെ ചെയ്തു. അതുമാത്രമല്ല, കൃഷ്ണനും കൂട്ടരും വെണ്ണ മോഷ്ടിക്കാതിരിക്കാനായി ഗ്രാമത്തിലെ മറ്റ് സ്ത്രീകളോട് അവരുടെ വെണ്ണയും പാലും നെയ്യുമെല്ലാം കുടത്തിലാക്കി ഉയരത്തിൽ കെട്ടിവെക്കാനും യശോദ നിർദ്ദേശിച്ചു. എന്നാൽ കുസൃതികളായ കൃഷ്ണനും കൂട്ടരുമുണ്ടോ വിടുന്നു. കുടം തകർത്ത് വെണ്ണയെടുക്കാനായി അവരുടെ ശ്രമം. കൂട്ടുകാർ ഓരോരുത്തരായി ഒരാളുടെ മുകളിൽ മറ്റൊരാളായി കയറി വെണ്ണ തട്ടിയെടുക്കുന്ന രീതി കണ്ടുപിടിച്ചു. ഈ കുസൃതി തരത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കൃഷ്ണന്റെ ബാല്യകാലത്തിന്റെ സ്മരണയ്ക്കായി ദഹിഹണ്ഡി അതായത് ഉറിയടി നടത്തുന്നത്. വളരെ വിപുലമായ വലിയ രീതിയിലാണ് പലയിടങ്ങളിലും ഉറിയടി മത്സരം നടത്തുന്നത്. ഈ കളി ഒരു ടീം വർക്കാണ്. ഇതിനായി ആളുകൾ മനുഷ്യ പിരമിഡുകൾ നിർമ്മിച്ചാണ് ഒരാൾക്ക് മുകളിൽ മറ്റൊരാളായി കയറി മുകളിലെത്തുക. കൂട്ടായ്മയുടേതായ സന്ദേശം കൂടി ഉറിയടിയിൽ അന്തർലീനമാണ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.